ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മാത്സിഡോ. ഇറ്റ്സ് മീ വിദ്യ. അപ്പൊ ഇന്ന് നമ്മള് പറയാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 3, 10th ചാപ്റ്റർ 3 ബിഹൈൻഡ് ദ സെൻസേഷൻസ് ആണ്. ഓണം എക്സാമിനുള്ള പോർഷൻ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഐ. ഓക്കെ, അപ്പൊ നമ്മൾ ഐ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഐന്റെ നമ്മുടെ ചാപ്റ്റർ ഐ തുടങ്ങുമ്പോൾ ഉള്ള ഒരു രണ്ട് മെയിൻ ടോപ്പിക് ആണ് കൺജങ്ക്റ്റൈവ ആൻഡ് ലാക്രിമൽ ഗ്ലാൻസ്. എന്താണ് കൺജങ്ക്റ്റൈവ, എന്താണ് ലാക്രിമൽ ഗ്ലാൻസ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വാട്ട് ഈസ് കൺജങ്ക്റ്റൈവ? മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദി ഐ ഇൻക്ലൂഡിംഗ് ദി ഐലിഡ്സ് എക്സെപ്റ്റ് ദി കോർണിയ. ആന്റീരിയർ പാർട്ട്, ഫ്രണ്ട് ഭാഗം, ആന്റീരിയർ പാർട്ട്, കോർണിയ ഒഴികെയുള്ള ആന്റീരിയർ പാർട്ടിനെ കവർ ചെയ്യുന്ന ആളാണ്. ഇനി ആരാണ് കോർണിയ എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കോർണിയ. നമ്മൾ ഐ എപ്പോഴും പഠിക്കുമ്പോൾ ഈ ടെക്സ്റ്റിൽ ഈ ഡയഗ്രം എടുത്ത് വെക്കുക കേട്ടോ. ഇതാ കണ്ടോ, ഇതാണ് കോർണിയ. ഈ കോർണിയ ഒഴികെ ബാക്കിയുള്ള ഐന്റെ ആന്റീരിയർ പാർട്ടിനെ, ഈ കോർണിയ ഒഴികെ ബാക്കിയുള്ള ആന്റീരിയർ പാർട്ടിനെ കവർ ചെയ്യുന്ന ആളാണ് കൺജങ്ക്റ്റൈവ. കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്, കണ്ണ് സൂക്കേട്, ചെങ്കണ്ണ് എന്നൊക്കെ പറയും. ഈ കൺജങ്ക്റ്റൈവയ്ക്ക് ഇൻഫെക്ഷൻ വരുമ്പോഴാണ് കൺജങ്ക്റ്റിവൈറ്റിസ് വരുന്നത്. അതായത് നമ്മളിപ്പോ കണ്ണെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കണ്ണിന്റെ കറുത്ത ഭാഗമല്ലേ, അതിന്റെ പുറത്തുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കോർണിയ. ഓക്കെ, നമ്മുടെ പ്യൂപ്പിൾ അല്ലെങ്കിൽ നമ്മുടെ ഐറിസ്, ഈ കറുത്ത ഭാഗം, ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാം, നമ്മൾ ഈ കണ്ണിന്റെ കറുത്ത ഭാഗത്തിന്റെ പുറത്തുള്ളതാണ് അതിന് കവർ ചെയ്യുന്ന ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഭാഗമാണ് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കൺജങ്ക്റ്റൈവിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കും. എന്തൊക്കെയാ ഫംഗ്ഷൻ? ഫസ്റ്റ് വൺ, കൺജങ്ക്റ്റൈവിന്റെ ഫംഗ്ഷൻ ആണ് പ്രൊട്ടക്ഷൻ. ഓക്കെ, സംരക്ഷണം ഒബ്വിയസ്ലി. പിന്നെന്താ? കീപ്പിംഗ് ദി ഐ മോയിസ്റ്റ് ആൻഡ് ലൂബ്രിക്കേറ്റഡ്. നമ്മളെ കണ്ണിന് എപ്പോഴും, നമ്മൾ കണ്ണെപ്പോഴും മോയിസ്റ്റ് ആയിരിക്കും. നമുക്ക് ഈ കണ്ണ് സൂക്കേട് വന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. രാത്രി ഉറങ്ങി എണീക്കുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ കണ്ണ് തുറക്കാനേ പറ്റില്ല, കണ്ണ് ഭയങ്കര ഡ്രൈ ആവും. അത് ഈ കൺജങ്ക്റ്റൈവയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ടാണ്. കൺജങ്ക്റ്റൈവയാണ് നമ്മളെ കണ്ണിനെ മോയിസ്റ്റ് ആക്കുന്നത്. നെക്സ്റ്റ് വൺ, പ്രിവെന്റ് ഡസ്റ്റ്, ജേംസ് ആൻഡ് അതർ പാർട്ടിക്കിൾസ് ഫ്രം എന്ററിംഗ് ദ ഐ. കണ്ണിലേക്ക് പൊടി പടലങ്ങൾ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ കണ്ണിലേക്ക് കയറി കണ്ണിന്റെ ഉള്ളിലേക്ക് വന്ന് ഇൻഫെക്ഷൻ വരാതിരിക്കാനൊക്കെ സഹായിക്കുന്നു. ഓക്കെ, അത്രയാണ് കൺജങ്ക്റ്റൈവയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓർക്കണം, ആന്റീരിയർ പാർട്ടാണ്, ഫ്രണ്ട് ഭാഗമാണ്, ഇൻക്ലൂഡിംഗ് ദി ഐലിഡ്സ് എക്സെപ്റ്റ് ദ കോർണിയ. കോർണിയ ഒഴികെ ബാക്കിയുള്ള എല്ലായിടത്തും. ഓക്കെ, കോർണിയ ഞാൻ പറഞ്ഞു, കോർണിയ ഒഴികെ, ആ ഫ്രണ്ട് ഭാഗം ഒഴികെ ബാക്കിയുള്ള ഈ വൈറ്റ് പോർഷനിലൊക്കെ ഉള്ളതാണ് കൺജങ്ക്റ്റൈവ. നെക്സ്റ്റ് കൊണ്ടാണ് ലാക്രിമൽ ഗ്ലാൻസ്. എന്താണ് ലാക്രിമൽ ഗ്ലാൻസ് അഥവാ കണ്ണുനീർ ഗ്രന്ഥി. ഓക്കെ, ലാക്രിമൽ ഗ്ലാൻസ് അഥവാ കണ്ണുനീർ ഗ്രന്ഥി. പണി എന്താ? കണ്ണുനീർ ഗ്രന്ഥിന്റെ പണി എന്താ? കണ്ണുനീർ ഉണ്ടാക്കുന്നു. ടിയേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലാക്രിമൽ ഗ്ലാൻസ്. അപ്പൊ ടിയേഴ്സ് ഉണ്ടാക്കുന്നത് ലാക്രിമൽ ഗ്ലാൻസ്. ടിയേഴ്സില് ലൈസോസൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പണന്റ് ഉണ്ട്, ഒരു എൻസൈം ഉണ്ട്. ഇത് ടിയറിൽ ഉള്ളതാണ്. ഇതിന്റെ പ്രത്യേകത എന്താ? പ്രൊട്ടക്ട് ഫ്രം ഇൻഫെക്ഷൻ. നമ്മളെ കണ്ണിനെ ഇൻഫെക്ഷൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ ടിയേഴ്സിൽ ഉണ്ടാവും. നമുക്ക് കണ്ണുനീരൊക്കെ, അതുകൊണ്ടാണ് നമുക്ക് കണ്ണിൽ എന്തെങ്കിലും പൊടി പോകുമ്പോഴൊക്കെ കണ്ണുനീര് വരാൻ കാരണം ഇതാണ്. ഇതിലെന്തുണ്ട്? ലൈസോസൈം എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്. ഈ എൻസൈം നമ്മളെ എന്ത് ചെയ്യുന്നു? ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. ഇതാണ് നമ്മൾ കണ്ണിന്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഉള്ളത് നമുക്ക് സ്ട്രക്ചർ ഓഫ് ഐ ആണ്. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് കണ്ണ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കണ്ണിന്റെ സ്ട്രക്ചർ, ഘടന പഠിക്കണം. ഓക്കെ, കണ്ണിന്റെ ഘടന പഠിക്കണം. എപ്പോഴും നിങ്ങൾ ഈ പാഠം പഠിക്കുക ഏറ്റവും എളുപ്പ വഴിയാണ് ഈ ചിത്രം എടുത്തിട്ട് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈസി ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ കണ്ണിന് 3 പോർഷൻസ് ഉണ്ട്. ഓക്കെ, 3 മെയിൻ ലെയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് സ്ക്ലീറ, 1. 2 കൊറോയിഡ്, 3 റെറ്റിന. ഇങ്ങനെ 3 ലെയർ ആയിട്ടാണ് കണ്ണുള്ളത്. നമുക്കൊരു ഈസി വേക്ക് ഇതില് എവിടെയാണ് സ്ക്ലീറ എന്ന് പറയാ. ഇതാണ് സ്ക്ലീറ. കണ്ടോ, ഈ ഔട്ടർ പാർട്ട് ഇതാ കണ്ടോ, സ്ക്ലീറ ഏറ്റവും ഔട്ടർ പാർട്ടാണ് സ്ക്ലീറ. അതായത് ഈ ഫ്രണ്ട് ഭാഗമൊക്കെ വരുന്ന ഈ ഔട്ടർ പാർട്ടാണ് സ്ക്ലീറ. രണ്ടാമത് നമ്മൾ പറയുന്നതാണ് കൊറോയിഡ്. അതായത് മിഡിൽ പാർട്ടാണ് കൊറോയിഡ്. മിഡിൽ പാർട്ട്, ഇതിന്റെ മിഡിൽ പാർട്ടാണ് കൊറോയിഡ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് ഇന്നർ പാർട്ടായിട്ടുള്ള റെറ്റിന. ഓക്കെ, 3 ഇന്നർ പാർട്ടായിട്ടുള്ള റെറ്റിന. ഇങ്ങനെ 3 ഭാഗങ്ങളാണ് കണ്ണിനുള്ളത്. ഓക്കെ, 3 പാർട്ട് ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക കണ്ണിന്റെ. ഇനി നമ്മൾ ഓരോ ഭാഗങ്ങളും പറയാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് പറയാനുള്ളതാണ് സ്ക്ലീറ. എവിടെയാണ് സ്ക്ലീറ? സ്ക്ലീറയിൽ ആകെ ഒരാളെ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നുള്ളൂ, കോർണിയ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കോർണിയ.
കോർണിയ എന്തായാലും പഠിച്ചു വെക്കുക. ട്രാൻസ്പെറന്റ്, സുതാര്യമായത്. ഓക്കെ, സുതാര്യമായതാണ്. സുതാര്യമായ ആന്റീരിയർ പാർട്ട് ഓഫ് ദി ഐ, കണ്ണിന്റെ മുൻവശം. ആന്റീരിയർ എന്ന് പറഞ്ഞാൽ മുൻവശം, പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ പുറകുവശം. ഓക്കെ, ആന്റീരിയർ പാർട്ട് ഓഫ് ദി ഐ അലൗസ് ലൈറ്റ് ടു എൻറ്റർ ദി ഐ. എന്തുകൊണ്ടാണ് ഇത് സുതാര്യമായിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത്? ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ കണ്ണുടെ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ടാണ് അവിടുന്ന് ലൈറ്റ് വരുന്നത്. എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നു അല്ലെ? ഇവിടെ ഒരു കറുത്തൊരു ഒപ്പേക്ക് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് അല്ലാത്തൊരു സാധനം വെച്ച് എനിക്ക് കണ്ണ് കാണോ? ഇല്ല. എന്തിനാ ട്രാൻസ്പെറന്റ് ആക്കണേ? വെളിച്ചത്തിനെ കടത്തിവിടാൻ. സിമ്പിൾ. കോർണിയന്റെ പണി അതാണ്. വെളിച്ചത്തിനെ റെറ്റിനേന്റെ കണ്ണിന്റെ ഉള്ളിലേക്ക് കടത്തി വിടണമെന്നുണ്ടെങ്കിൽ കോർണിയ ട്രാൻസ്പെറന്റ് ആണ്. അത് ഒപ്പേക്ക് ആയി കഴിഞ്ഞാൽ, അത് അദാര്യമായി കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. വെളിച്ചം കണ്ണിന്റെ ഉള്ളിലേക്ക് പോവില്ല. ഓർത്ത് വെക്കാം. കോർണിയ എവിടെയാണ്? ഇതാ കിടക്കുന്നു കോർണിയ. നമ്മളെ ഇതാ കോർണിയ. ഇതാണ് നമ്മള് ഫസ്റ്റ് ഔട്ടർ പാർട്ട് ഓഫ് ദി ഐയിൽ പഠിക്കാനുള്ളത്. ഔട്ടർ പാർട്ടിന്റെ പണി എന്താണ്? പ്രൊവൈഡ്സ് ഫേംനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദി ഐ. കണ്ണിന് സംരക്ഷണവും. ഔട്ടർ പാർട്ടിന്റെ പണി എപ്പോഴും എന്തായിരിക്കും? പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഫേംനെസ്സും പ്രൊട്ടക്ഷനും തരുന്ന ആളാണ് സ്ക്ലീറ. സ്ക്ലീറയോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പാർട്ടാണ് കോർണിയ. ഓക്കെ, ഇനി രണ്ടാം നമുക്ക് പറയാനുള്ളതാണ് കൊറോയിഡ് അഥവാ മിഡിൽ ലെയർ. കണ്ടോ? കൊറോയിഡ് അഥവാ മിഡിൽ ലെയർ. മിഡിൽ ലെയറിന്റെ പണി എന്താ? ഓരോ ലെയറിന്റെയും ഫംഗ്ഷൻ ഓർത്ത് വെച്ച് വെക്കുക. ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ഇന്നർ ലെയർ ഓഫ് റെറ്റിന ആൻഡ് റെഗുലേറ്റ്സ് ടെമ്പറേച്ചർ. ഓക്സിജൻ, ന്യൂട്രിയൻസ്, ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ? ഓക്സിജൻ നോട്ട്, ന്യൂട്രിയൻസ്, ഓക്സിജൻ, ടെമ്പറേച്ചർ. കൊറോയിഡ് നോട്ട് എന്ന് ഓർത്തിരിക്കുക. ന്യൂട്രിയൻസ് കൊടുക്കുന്നു, ഓക്സിജൻ കൊടുക്കുന്നു, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതാണ് മിഡിൽ ലെയർ ആയിട്ടുള്ള കൊറോയിഡിന്റെ പണി. കൊറോയിഡുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് 1 സീലിയറി മസില്, 2 ഐറിസ്, 3 കോൺവെക്സ് ലെൻസ്. എവിടെയാണ് സീലിയറി മസിൽസ് എന്ന് നമുക്ക് നോക്കാം. സീലിയറി മസിൽസ്. ഇതാണ് സീലിയറി മസിൽസ്. കണ്ടല്ലോ? ഈ ഭാഗം സീലിയറി മസിൽസ്. സീലിയറി മസിൽസിന്റെ പണി എന്താണ്? അഡ്ജസ്റ്റ് ദ കർവേച്ചർ ഓഫ് ദ ലെൻസ്. ലെൻസിന്റെ കർവേച്ചർ, വക്രത അഡ്ജസ്റ്റ് ചെയ്യും. ലെൻസിന്റെ വക്രത ഇങ്ങനെ വലിച്ചും നീട്ടിയും ലെൻസിന്റെ വക്രത അഡ്ജസ്റ്റ് ചെയ്യും. വക്രത അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്തിനാ? ലൈറ്റ് കണ്ണിലേക്ക് എത്തിയിട്ട് പലതരം ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ സാധനത്തിന്റെ ദൂരത്തിനനുസരിച്ച് കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വണ്ണാണ് ഐറിസ്. ഇതേ കിടക്കുന്നു ഐറിസ്. കണ്ടോ? ലെൻസിന്റെ ആന്റീരിയർ പാർട്ടിൽ കുറച്ച് വരുന്ന ആളാണ് ഐറിസ്. ഐറിസിന്റെ പണി എന്താ? 2 types of muscles in the iris regulate the size of the pupil depending on the intensity of light. 2 തരം മസിൽസ് ഉണ്ട് ഐറിസിൽ. നമ്മൾ പഠിക്കും. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. 2 തരം മസിൽസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കും. ഐറിസ് കണ്ടെയ്ൻ ദ പിഗ്മെന്റ് മെലാനിൻ. ഓർത്ത് വെക്കാം. ഐറിസ്, ഈ കറുത്ത സാധനമാണ് ഐറിസ്. കറുത്ത കളർ കിട്ടാൻ കാരണം എന്താ? മെലാനിൻ ഉണ്ടായതുകൊണ്ട്. നമ്മളെ സ്കിന്നിന്റെ കളർ വ്യത്യാസത്തിന് കാരണം ആരാണ്? മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ് ആണ്. സെയിം പിഗ്മെന്റ് കണ്ണിലും ഉണ്ട്. മെലാനിന്റെ അളവ് കുറയുന്ന ആളുകൾക്കാണ് പൂച്ചക്കണ്ണ് അല്ലെങ്കിൽ ലൈറ്റ് റൈസ് ഉണ്ടാവില്ലേ? നമ്മുടെ നാട്ടിൽ കുറച്ച് റെയർ ആയിട്ടുള്ള ഇതാണ്. നമ്മളപ്പോ ശ്രദ്ധിക്കും അല്ലെ? ലൈറ്റ് റൈസ് വരാൻ കാരണം, അല്ലെങ്കിൽ പൂച്ചക്കണ്ണ് പോലുള്ള അങ്ങനത്തെ കണ്ണുകൾ ഉണ്ടാവാൻ കാരണം മെലാനിന്റെ അളവ് കുറവായതുകൊണ്ടാണ്. നമുക്കൊക്കെ ബ്രൗൺ ഐസ് ഉണ്ടാവാൻ കാരണം മെലാനിന്റെ അളവ് കൂടുതൽ ഉണ്ടായതുകൊണ്ടാണ്. മെലാനിന്റെ പ്രത്യേകത എന്താ? മെലാനിൻ ഗീവ്സ് ദ ഐറിസ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് കളർ ആസ് വെൽ ആസ് അബ്സോർബ്സ് UV റേസ്. അൾട്രാ വയലറ്റ് റേസിനെ അബ്സോർബ് ചെയ്യും. റെഗുലേറ്റ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ്. കണ്ണിലേക്ക് കയറുന്ന വെളിച്ചത്തിന്റെ അളവ് കൺട്രോൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതാണ് ഐറിസ്. ഇപ്പൊ കണ്ടല്ലോ, ഇതാണ് ഐറിസ്, ഇതാണ് സീലിയറി മസിൽ. പച്ചട്ടോ. ഇനി ഇവിടെ ലാസ്റ്റ് പറയുള്ളതാണ് കോൺവെക്സ് ലെൻസ്. നമ്മളെ കണ്ണിലുള്ള ലെൻസ് ആണത്. ഈ ലെൻസ് എന്താണ്? കോൺവെക്സ് ആണ്. കോൺകേവ് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ഷേപ്പാണ് കോൺകേവ് അല്ലെ? നമ്മളെ കണ്ണിലുള്ള ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണെന്നുള്ളത് ഓർത്തു വെക്കാം. ഈ ലെൻസിന്റെ പണി എന്താ? ഫോംസ് കോൺവെക്സ് ലെൻസ് എങ്ങനത്തെ ഇമേജാ ഫോം ചെയ്യുക? ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. സ്മോൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് ദി ഒബ്ജക്ട് ഓൺ ദി റെറ്റിന. ചെറുതായിരിക്കും, റിയൽ ആയിരിക്കും, തല കീഴായതായിരിക്കും. ഇൻവേർട്ടഡ് ഇമേജ് ആണ് നമ്മുടെ റെറ്റിനയിൽ ഫോം ചെയ്യുന്നത്. അതിന് നേരെയാക്കി തരുന്ന ആളാണ് ബ്രെയിൻ അല്ലെ? അതിന് മെയിൻ ആയിട്ട് ഇവിടെ കാണുന്ന സാധനങ്ങളെയൊക്കെ പ്രോസസ് ചെയ്യുന്ന ആളാണ് ബ്രെയിൻ. നമ്മൾ കുറച്ച് ഞാൻ പഠിക്കും. ഓക്കെ, അപ്പൊ ഏത് ടൈപ്പ് ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്? സ്മോൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ട് പറഞ്ഞു, സെക്കൻഡ് പാർട്ട് പറഞ്ഞു. നെക്സ്റ്റ് വൺ ആണ് തേർഡ് പാർട്ട്. റെറ്റിന ഇന്നർ മോസ്റ്റ് ലെയർ, സ്ക്ലീറ ഔട്ടർ ലെയർ, കൊറോയിഡ് മിഡിൽ ലെയർ, റെറ്റിന ഇന്നർ ലെയർ. റെറ്റിന എന്താ? കണ്ടെയ്ൻസ് ഫോട്ടോ റിസെപ്റ്റർ സെൽസ്. ഈ വാക്ക് മറക്കരുത്. ഫോട്ടോ റിസെപ്റ്റർ സെൽസ്.
ഇമേജ് ഫോം ചെയ്യുന്നത് ഇവിടെയാണ്. ലെയർ ഓഫ് ഫോട്ടോ റിസപ്റ്ററിലുള്ള ഭാഗങ്ങളാണ് ലെയർ ഓഫ് ഫോട്ടോ റിസപ്റ്റർ സെൽസ്, ബൈപോളാർ സെൽസ്, ഗാംഗ്ലിയോൺ സെൽസ്. എന്താണെന്ന് പറയാം. എന്താണ് ഫോട്ടോ റിസപ്റ്റർ സെൽസ്? നമ്മളെ കണ്ണില് 2 തരം ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഉണ്ട്. 2 തരം, റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. റോഡ് സെൽസ് പേര് പോലെ തന്നെ റോഡ് ഷേപ്പാണ്. ഇതാ റോഡ് ഷേപ്പാണ് റോഡ് സെൽസ്. കോൺ സെൽസ് എന്തായിരിക്കും? കോൺ ഐസ്ക്രീം, കോൺ ഷേപ്പും ആയിരിക്കും. ഓക്കെ, കണ്ടോ? റോഡ് സെൽസിന്റെ പണി ഡി നോർത്ത് വെച്ചാൽ മതി. ഡിം ലൈറ്റിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കാണാൻ സഹായിക്കുന്നത് റോഡ് സെൽസ് ആണ്. ഡിം ലൈറ്റിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലും. കോൺ സെൽസ് ആണെന്നുണ്ടെങ്കിൽ കോൺ സെൽസിന്റെ പണി സി നോർത്ത് വെക്കുക. കളർ വിഷൻ ആണ്. ഓക്കെ, കളർ കാണാൻ കാരണം കോൺ സെൽസ് ആണ്. കണ്ണിലുള്ള ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഏതൊക്കെയാ ചോദിക്കും? റോഡ് ആൻഡ് കോൺ. കോണ് സി, കളർ വിഷൻ. കോണ് കളർ. റോഡ് ഡി, റോഡ് ഡിം ലൈറ്റ് അഥവാ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. ഒരിക്കലും മറക്കരുത്. ഈ സാധനം ഇപ്പൊ തന്നെ ഓർത്ത് വെച്ച് നമ്മളിത് വീണ്ടും പറയും കുറച്ച് കഴിഞ്ഞാൽ. അവിടെ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വണ്ണാണ് ബൈപോളാർ സെൽസ്. ഇതേ കിടക്കുന്നു ബൈപോളാർ സെൽസ്. കണ്ടോ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കുറച്ച് മാഗ്നിഫൈ ചെയ്ത് കാണിച്ചു തന്നാണ്. ഇതാണ് ബൈപോളാർ സെൽസ്. അതേപോലെ ഗാംഗ്ലിയോൺ സെൽസും ഉണ്ട്. എന്താണ് അവരുടെ പണി നമുക്ക് നോക്കാം. ബൈപോളാർ സെൽസ് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ദ ഫോട്ടോ റിസപ്റ്റർ ടു ഗാംഗ്ലിയോൺ സെൽസ്. ഓക്കെ, ഫോട്ടോ റിസപ്റ്റർ ഇപ്പൊ നമ്മളെ കണ്ണിലൊരു ഇമ്പൾസ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഇമ്പൾസ് ഫോം ചെയ്യുന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് ഇമ്പൾസ് ഫോർമേഷൻ ഒക്കെ. ഇമ്പൾസ് ഫോം ചെയ്യും കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ, റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഫോട്ടോ റിസപ്റ്റേഴ്സിനാണ് ഈ ഇമ്പൾസ് കിട്ടുക. ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇത് നേരെ ആർക്ക് കൊടുക്കും? ബൈപോളാർ സെൽസിന് കൊടുക്കും. ബൈപോളാർ സെൽസ് അതിന് ആർക്ക് കൊടുക്കും? ഗാംഗ്ലിയോൺ സെൽസിലേക്ക് കൊടുക്കും. ഗാംഗ്ലിയോൺ സെൽസ് അത് എങ്ങോട്ട് പോവും? ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലേക്ക് പോവും. കണ്ണും ബ്രെയിനും തമ്മിലുള്ള ഒരു വയറാണ് ഇവിടെ നിന്നിട്ട് പോകുന്ന. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫാന് കറക്കണം എന്നുണ്ടെങ്കിൽ സ്വിച്ച് ഇടണം. സ്വിച്ച് ഇട്ട് ഫാൻ കറങ്ങണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് കണക്ഷൻ പോകണം. ആ കണക്ഷൻ മുറിച്ചു കഴിഞ്ഞാൽ ഫാൻ കറങ്ങോ? ഇല്ല. സെയിം അവസ്ഥ. നമ്മളെ കണ്ണിൽ നിന്ന് തലയിലോട്ട് പോകുന്ന വയറാണ് ഫാൻ. ഇത് സ്വിച്ച് അല്ലെ, ഇത് ഫാന്. ആ വയറാണ് ആര്? ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നത്. അപ്പൊ അവിടേക്ക് ഇൻഫർമേഷൻ കൊടുക്കണ്ടേ? അതിന് കൊടുക്കാനുള്ള ആളാണിത്. കണ്ടോ? ഗാംഗ്ലിയോൺ സെൽസിന്റെ ഫംഗ്ഷൻ നമുക്ക് പറയാം. ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ബൈപോളാർ സെൽസ് ടു ഒപ്റ്റിക് നെർവ്. ബൈപോളാർ സെൽസിന് നേരെ ഇമ്പൾസിന് എങ്ങോട്ട് പോകും? ഒപ്റ്റിക് നെർവിക്ക് കൊണ്ടുപോകും. ഓക്കെ, ഫോട്ടോ റിസപ്റ്ററിന് ഗാംഗ്ലിയോൺ സെൽസിക്ക് കൊടുക്കും. ഫോട്ടോ റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള റോഡ് കോൺ സെൽസ് ഗാംഗ്ലിയോൺ സെൽസിക്ക് കൊടുക്കും. ഗാംഗ്ലിയോൺ സെൽസ് അത് ബൈപോളാർ സെൽസിക്ക് കൊടുക്കും. ബൈപോളാർ സെൽസ് അത് നേരെ ആർക്ക് കൊടുക്കും? ഒപ്റ്റിക് നെർവിക്ക് കൊടുക്കും. അപ്പൊ ഫോട്ടോ റിസപ്റ്റേഴ്സ് നേരെ ആർക്ക് കൊടുക്കും? ഗാംഗ്ലിയോൺ സെൽസിന് കൊടുക്കും. ഗാംഗ്ലിയോൺ സെൽസ് നേരെ അത് ആർക്ക് കൊടുക്കും? ബൈപോളാർ സെൽസിന് കൊടുക്കും. ബൈപോളാർ സെൽസ് നേരെ അത് ആർക്ക് കൊടുക്കും? ഒപ്റ്റിക് നെർവിന് കൊടുക്കും. ഒപ്റ്റിക് നെർവിന് നേരെ അത് എങ്ങോട്ട് പോവും? ബ്രെയിനിക്ക് പോവും. പിന്നെ ബ്രെയിനാണ് ഇമേജ് അതിനെ പ്രോസസ് ഒക്കെ ചെയ്യുന്ന ആള്. അപ്പൊ മനസ്സിലായല്ലോ. ഈ ഒരു ആരോ മാർക്കറ്റിൽ ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചാൽ മതി. ഫോട്ടോ റിസപ്റ്റർ സെൽസിലാണ് ഇമ്പൾസ് ഫോം ചെയ്യുക അല്ലെ, ലൈറ്റ് വരും. ഒന്നെങ്കിൽ റോഡ് സെൽസ് അല്ലെങ്കിൽ കോൺ സെൽസ്. ഡിം ലൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ റോഡ് സെൽസിന് സ്റ്റിമുലേഷൻ സംഭവിക്കും. അല്ല കളർ ആണെന്നുണ്ടെങ്കിൽ കോൺ സെൽസിന് സ്റ്റിമുലേഷൻ സംഭവിക്കും. ആരാണോ സ്റ്റിമുലേറ്റഡ് ആവുന്ന ഓരോ സംഭവം നേരെ ആർക്ക് കൊടുക്കുന്ന ഈ പിടിച്ചു പറഞ്ഞിട്ട് ഇതൊക്കെയാണ് ഉണ്ടായിരുന്ന ഗാംഗ്ലിയോൺ സെൽസിന് കൊടുക്കും. ഗാംഗ്ലിയോൺ സെൽസ് നേരെ ബൈപോളാർ സെൽസിന് കൊടുക്കും. ബൈപോളാർ സെൽസ് നേരെ ആർക്ക് കൊടുക്കും? ഒപ്റ്റിക് നെർവിന് കൊടുക്കും. ഒപ്റ്റിക് നെർവിന് നേരെ ബ്രെയിനിലെത്തുന്നു. ബ്രെയിനാണ് എല്ലാത്തിന്റെയും മാസ്റ്റർ അല്ലെ. ഓക്കെ, നമ്മൾ പഠിച്ചു. മെയിൻ ആയിട്ട് അറിയേണ്ട സാധനം പഠിച്ചു. കണ്ണിന്റെ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പഠിക്കുമ്പോ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. പഠിക്കുമ്പോ പഠിക്കുമ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത പോലെ തോന്നും. മനസ്സിലാവാത്തത് ചിത്രം നോക്കായിട്ടാണ്. ടെക്സ്റ്റിൽ ഇങ്ങനെ 2 പേജ് ആയതുകൊണ്ട് മറക്കാൻ പഠിച്ചിട്ട് നോക്കൂല. നമ്മള് മറിച്ച് നോക്കുക. ഓരോന്ന് പഠിക്കുമ്പോഴും ഈ പറയുമ്പോൾ സ്ക്ലിയർ എവിടെയെന്ന് തപ്പിത്തരഞ്ഞ് കണ്ടുപിടിക്കുക. കൊറോയിഡ് എവിടെയെന്ന് പറയുമ്പോൾ കൊറോയിഡ് ഇപ്പുറത്ത് എവിടെയും തപ്പിത്തരഞ്ഞ് കണ്ടുപിടിക്കും. ഓക്കെ, അങ്ങനെ വൃത്തിക്ക് പഠിക്കാം. ഇപ്പൊ ഞാൻ പറയുമ്പോ തന്നെ ഇതിന്റെ കൂടെ നോക്കി പോകുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഓക്കെ, അയ്യിന്റെ ചിത്രം വരയ്ക്കാൻ പറയും, വരച്ചിട്ട് അടയാളപ്പെടുത്താൻ പറയും. അപ്പൊ ഈ എല്ലാ ഭാഗങ്ങളും പഠിച്ചു വെക്കുക. എല്ലാ ഭാഗങ്ങളും ഓൾ പാർട്സ് ആർ ഈക്വലി ഇമ്പോർട്ടന്റ്. ഇത് വരും ഇത് വരില്ല എന്നും പറയാൻ പറ്റില്ല. ഈസി അല്ലേ? ഒരു 2-3 തവണ റിവൈസ് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് കാണാതെ പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പറയാനുള്ളതാണ് ഐ ചേംബേഴ്സ് ആൻഡ് ഹ്യൂമേഴ്സ്. ഓക്കെ, ഐ ചേംബേഴ്സ് ആൻഡ് ഹ്യൂമേഴ്സ്.
അപ്പൊ അതിൽ പഠിക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു വഴിയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. ഇത് നോക്കുക, 2 ചേംബേഴ്സ് അല്ലെങ്കിൽ 2 ഹ്യൂമേഴ്സ് ആണ് നമുക്ക് കണ്ണിനുള്ളത്, അക്വസ് ഹ്യൂമർ ആൻഡ് വിട്രിയസ് ഹ്യൂമർ. ഇനി ഇത് പറയാനുള്ള എളുപ്പത്തിന് ഒരു കാര്യം പറഞ്ഞത്, അക്വസ് ഹ്യൂമർ പച്ചയാണല്ലോ, നമുക്ക് പച്ചയിൽ കളിക്കട്ടെ. ഇനി ഇതാരാ? കോർണിയ, നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ. ഇതാരാ? ലെൻസ്, കോൺവെക്സ് ലെൻസ്. ഇത് നോക്ക്, കോർണിയന്റെ ലെൻസിന്റെ ഇടയ്ക്കല്ലേ ഈ പച്ച സാധനം കാണുന്നത്? വെള്ളം പോലെയാണ് കേട്ടോ, ഇത് ഓർത്ത് വെക്കാം. വാട്ടർ ലൈക്ക് അക്വസ് ഹ്യൂമർ. എ ആണല്ലോ ഫസ്റ്റ് വരിക, എ വന്നിട്ടാണല്ലോ വി വരിക. അപ്പൊ ഫസ്റ്റ് ഉള്ളതാണ് അക്വസ് ഹ്യൂമർ. അക്വസ് ചേംബർ എന്നാണ് ഈ ലെൻസിന്റെ കോർണിയന്റെ ഇടയ്ക്കുള്ള ഈ സാധനത്തിനെയാണ് നമ്മൾ അക്വസ് ചേംബർ എന്ന് വിളിക്കുക. ഓക്കെ, അക്വസ് ചേംബറിലുള്ള സാധനമാണ്, അക്വസ് ചേംബറിൽ സെക്രീറ്റ് ചെയ്യുന്ന സാധനമാണ് അക്വസ് ഹ്യൂമർ. അക്വസ് ഹ്യൂമർ എന്താണ്? വെള്ളം പോലെയാണ്, വാട്ടർ ലൈക്ക് ആണ്. ഫംഗ്ഷൻ നമുക്ക് പറയാം കേട്ടോ, ഇത് ഓർത്ത് വെക്കാം. രണ്ടാമത് നമുക്ക് റോസ് കളർ ഇല്ലേ, നമുക്ക് ചുവപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, രണ്ടാമതാണ് വിട്രിയസ് ഹ്യൂമർ. ആരുടെ ഇടയ്ക്കാണ്? ലെൻസിന്റെയും പിന്നെ ഇത് ഈ റോസ് കളർ സാധനമാണല്ലോ റെറ്റിനേന്റെയും ഇല്ലേ, ലെൻസിന്റെ റെറ്റിനേന്റെയും ഇടയ്ക്ക് കാണുന്ന സാധനമാണ് വിട്രിയസ് ഹ്യൂമർ. വിട്രിയസ് ചേംബർ സെക്രീറ്റ് ചെയ്യുന്ന വിട്രിയസ് ഹ്യൂമർ. ഇത് ജെല്ലി പോലെയാണ്, ജെല്ലി ലൈക്കാണ്. ഓക്കെ, ജെല്ലി ലൈക്കാണ്. ജെല്ലിന്റെ പ്രത്യേകത എന്താ? നമ്മളിപ്പോ ഒരു ജെല്ലിന് നമ്മളൊരു റൗണ്ട് ആയ ഒരു സാധനത്തിന്റെ ഉള്ളിൽ ഇട്ട് വെച്ചാൽ ആ ഷേപ്പ് ആവും അല്ലേ? ഇല്ലേ? ജെല്ലിന് ഒരു റൗണ്ട് അല്ലെങ്കിൽ ഒരു ചതുരത്തിന്റെ ബോക്സിൽ ഇട്ടാണ് നമ്മൾ ജെല്ല് സെറ്റ് ചെയ്യാൻ വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഷേപ്പ് ആവും. കണ്ണിന് ഷേപ്പ് തരുന്ന ആളാണ് ആര്? വിട്രിയസ് ഹ്യൂമർ. ഓക്കെ ആണല്ലോ, കണ്ണിന് ഷേപ്പ് തരുന്ന ആള്. അപ്പൊ അവിടെ ഫംഗ്ഷനും പഠിച്ചു. ഷേപ്പ്, കണ്ണിന്റെ ഐബോളിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഐബോളിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത്. പഠിച്ചല്ലോ, അവിടെ ആകെ അത്രേ ഉള്ളൂ പഠിക്കാം. അക്വസ് ഹ്യൂമറിന്റെ പ്രത്യേകത, ഈ അക്വസ് ഹ്യൂമർ ബ്ലഡിൽ നിന്നുണ്ടായി ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഫ്രം ദ ബ്ലഡ് റീഅബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. ഇതിന്റെ മെയിൻ പണി എന്ന് പറയുന്നത്, ബ്ലഡിന്റെ പണി എന്താ പണി? ഓക്സിജൻ അല്ലെ, നമ്മുടെ ബോഡി ഫുള്ള് ഓക്സിജൻ സപ്ലൈ ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ ഈ ലെൻസിന് വേണ്ട ഓക്സിജന്, ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്നത് അക്വസ് ഹ്യൂമർ ആണ്. അതേപോലെ തന്നെ ഇത് ബ്ലഡിൽ നിന്ന് വന്ന് ബ്ലഡിലേക്ക് തന്നെ തിരിച്ച് റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ആ റീഅബ്സോർബ് ചെയ്യുന്നതിലൂടെ കണ്ണിന്റെ പ്രഷർ, കണ്ണിലുള്ള മർദ്ദം കൺട്രോൾ ചെയ്യും. അപ്പൊ പ്രഷർ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതാ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, ഈ സാധനമുള്ളൂ. ഇത്രയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഈസി വേ ആണ്. ഓക്കെ, പ്രഷറും കൺട്രോൾ ചെയ്യും. നമുക്ക് വായിച്ചു നോക്കാം. സി, അക്വസ് ചേംബർ എവിടെ? കോർണിയന്റെ ലെൻസിന്റെ ഇടയ്ക്ക് കാണുന്നു. നമ്മൾ അതാണ് പറഞ്ഞത്. അക്വസ് ഹ്യൂമർ, അക്വസ് ചേംബർ സെക്രീറ്റ് ചെയ്യുന്നതാണ് അക്വസ് ഹ്യൂമർ. പ്രസന്റ് ഇൻ അക്വസ് ചേംബർ, മെയിൻറ്റെയിൻസ് പ്രഷർ ഇൻസൈഡ് ദ അക്വസ് ചേംബർ. ലെൻസ് ആൻഡ് കോർണിയ ഗെറ്റ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദിസ്. അതല്ലേ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത്, പച്ച കണ്ടോ, ഈസി. നെക്സ്റ്റ് ആണ് വിട്രിയസ് ചേംബർ, ഇൻ ബിറ്റ്വീൻ ലെൻസ് ആൻഡ് ദ റെറ്റിന. വിട്രിയസ് ഹ്യൂമർ എന്ന് പറഞ്ഞ വിട്രിയസ് ചേംബർ സെക്രീറ്റ് ചെയ്യുന്നതാണ് വിട്രിയസ് ഹ്യൂമർ. കണ്ടോ, ജെല്ലി ലൈക്കാണ് ഷേപ്പ്, ഐബോളിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ നമുക്കിവിടെ പഠിക്കാനുള്ള, നമ്മളിത് പറഞ്ഞപ്പോ വിട്ടുപോയിട്ടുള്ള 2 പോയിന്റ്സ് ആണ്. ഇതാ യെല്ലോ സ്പോട്ട് ആൻഡ് ബ്ലൈൻഡ് സ്പോട്ട്. കണ്ടോ, യെല്ലോ സ്പോട്ടും ഉണ്ട്, ബ്ലൈൻഡ് സ്പോട്ടും ഉണ്ട്. ഈ ബ്ലൈൻഡ് സ്പോട്ട് ഒന്ന് നോട്ടീസ് ചെയ്ത് വെച്ചത് നോക്ക്. ഓപ്റ്റിക് നെർവിക്ക് പോകുന്ന, ഓപ്റ്റിക് നെർവുകൾ ഉള്ള സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കുള്ളതാണ് എന്ത്? ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അതേപോലെ യെല്ലോ സ്പോട്ടും ഉണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് കണ്ടോ, ദർ ആർ നോ ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ഇൻ ദ റെറ്റിന വെർ ദി ഓപ്റ്റിക് നെർവ് ഒറിജിനേറ്റ്സ്. ദിസ് പാർട്ട് ഹാവ് നോ വിഷൻ. പേര് കണ്ട ഉത്തരം, ബ്ലൈൻഡ് സ്പോട്ട്. ബ്ലൈൻഡ്, നോ വിഷൻ. കാരണം ഒപ്റ്റിക് നെർവ്, ഇവിടെ നിങ്ങോട്ട് പോണ കണക്ഷൻ വയർ എന്ന് പറഞ്ഞില്ലേ, ഫാനിക്ക് പോണ വയർ, ഒപ്റ്റിക് നെർവ് പോകുന്ന, ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഒരുപാട് വയറുകൾ കൂടി ചേർന്ന ഒരു സ്ഥലം എന്ന് ഓർത്ത് വെച്ചാൽ മതി. അവിടെ എന്താണ്? നോ വിഷൻ, കണ്ണ് കാണില്ല. യെല്ലോ സ്പോട്ട് ആണെങ്കിൽ മിഡിൽ ഓഫ് ദ റെറ്റിന വേർ കോൺ സെൽസ് ആർ അബണ്ടന്റ്. ഇവിടെ മാക്യുള എന്നുള്ള പേരും കൂടെ ഉണ്ട്. ഒരുപാട് കോൺ സെൽസ് ഉണ്ട്. 2 ഫോട്ടോ റിസെപ്റ്റർ പറഞ്ഞല്ലോ, റോഡും കോണും. അതിൽ ഒരുപാട് കോൺ സെൽസ് ഉള്ള സ്ഥലമാണ് ഇവിടെ. ഓക്കെ, അതാണ് യെല്ലോ സ്പോട്ട്. അപ്പൊ യെല്ലോ സ്പോട്ട് എന്താ, ബ്ലൈൻഡ് സ്പോട്ട് എന്താ, നോട്ട് ചെയ്ത് വെച്ചോ. എന്താന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യെല്ലോ സ്പോട്ട് ആൻഡ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയലാണ് മസ്കുലർ ആക്ടിവിറ്റി ഇൻ ദ പ്യൂപ്പിൾ. വേഗം ഫോണിന്റെ ഫ്ലാഷ് എടുക്കുക, കണ്ണാടിന് മുന്നിൽ പോകുന്ന അടിച്ചു നോക്കാം, എന്ത് സംഭവിക്കും അല്ലേ? പ്യൂപ്പിള് ഡയലേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഐറിസ് പഠിച്ചപ്പോ, കൊറോയിഡിലുള്ള ഐറിസ് പഠിച്ചപ്പോ ഐറിസിൽ 2 തരം മസിലുകൾ ഉണ്ടെന്ന് പറഞ്ഞു.
ആ 2 തരം മസിലുകളാണ് റേഡിയൽ മസിൽ ആൻഡ് സർക്കുലാർ മസിൽസ്. ഓക്കെ, 2 തരം മസിൽ ഉണ്ട് നമ്മൾ പറഞ്ഞു. റേഡിയൽ മസിലും ഉണ്ട്, അതേപോലെ സർക്കുലാർ മസിൽസും ഉണ്ട്. എന്താണ് ഇവരുടെ പണി നോക്കുക, ഇത്ര ഓർത്ത് വെച്ചാൽ മതി. RD അതേപോലെ CI എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, CI സർക്കുലാർ മസിൽസ് ഇന്റൻസ് ലൈറ്റിലാണെന്നുള്ളത് ഓർത്ത് വെക്കാം. CI അതേപോലെ RD, DRO RDO CI. ഓക്കെ, സർക്കുലാർ മസിൽസ് ഇന്റൻസ് ലൈറ്റില് കോൺട്രാക്ട് ചെയ്യും. കണ്ണിലേക്ക് ടോർച്ച് അടിക്കുമ്പോൾ ഇങ്ങനെ ചെറുതാവുന്ന കണ്ടിട്ടില്ലേ, പ്യൂപ്പിള് ചെറുതാവുന്ന കണ്ടിട്ടില്ലേ, അതാണ് സർക്കുലാർ മസിൽസ്. കണ്ടു, ഈ സർക്കുലാർ മസിൽസ് ഇന്റൻസ് ലൈറ്റ് വരുമ്പോൾ ചെറുതാവും. കാരണം ഒരുപാട് ലൈറ്റ്, ഇത് ചെറുതാണെന്ന് വെച്ചാൽ ഇത് ചെറുതാകുമ്പോൾ ലൈറ്റ് കണ്ണിന്റെ ഉള്ളിലേക്ക് പോകുന്നത് കുറയും, അങ്ങനെ കണ്ണിന് ഡാമേജ് ഉണ്ടാവുന്നതും കുറയാൻ വേണ്ടിയിട്ടാണ്. ഇനി റേഡിയൽ മസിൽസ് ആണെന്നുണ്ടെങ്കിൽ ഡിം ലൈറ്റിലാണ്. ഓക്കെ, ഡിം ലൈറ്റ് വരുമ്പോൾ റേഡിയൽ മസിൽസ് എന്ത്, ലൈറ്റ് കുറവാണ്, അപ്പൊ കണ്ണ് കാണുന്നില്ല. അപ്പൊ ഒരുപാട് വെളിച്ചത്തിന് കണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്യൂപ്പിളിനെ വലുതാക്കുന്ന ആളാണ് റേഡിയൽ മസിൽസ്. ഈ ചിത്രം ഓർത്ത് വെക്കുക. ചിത്രം ഇതിന് മുന്നേ ഒരു തവണ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുണ്ട്. കണ്ടോ, സർക്കുലാർ മസിൽസ് CIയും RDയും. സർക്കുലാർ മസിൽസ് ഇന്റൻസ് ലൈറ്റിൽ കോൺട്രാക്ട് ചെയ്യും, ചെറുതാവാണല്ലോ വേണ്ടത്. റേഡിയൽ മസിൽസ് ഡിം ലൈറ്റിൽ എന്ത് ചെയ്യും, അത് ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും, അഥവാ പ്യൂപ്പിൾ അപ്പൊ വലുതാവും. പ്യൂപ്പിൾ എന്ന് പറയുന്നത് എന്താ, കണ്ണിന് നടുക്ക് ഐറിസിന്റെ നടുക്ക് കാണുന്ന കറുത്ത സാധനം. പ്യൂപ്പിൾ ഈസ് അപ്പർച്ചർ സീൻ അറ്റ് ദ സെന്റർ ഓഫ് ദ ഐറിസ്. അപ്പൊ മനസ്സിലാക്കണം, കണ്ണിന്റെ നടുക്കുള്ള ഈ കറുത്ത സാധനം ഐറിസ് ആണ്, അതിന്റെ നടുക്കുള്ള ഡാർക്ക് ബ്ലാക്ക് ആണ് പ്യൂപ്പിള്, കൃഷ്ണമണി എന്ന് പറയും. അപ്പൊ നമ്മൾ പറയുന്ന കൃഷ്ണമണി എന്ന് പറയുന്നത് ഇത് മൊത്തമല്ല, ആ ഉള്ളിലുള്ള നമ്മൾ ടോർച്ച് അടിക്കുമ്പോൾ ചെറുതാവും വലുതാവുന്ന സാധനമാണ് പ്യൂപ്പിള്. ഈ കറുപ്പിന് മൊത്തം നമ്മൾ വിളിക്കുന്ന പേരാണ് ഐറിസ്. ഇനി നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നോർമൽ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഈസ് ഫ്രം 2 to 3 millimeter. അതായത് ഇയാളുടെ സൈസ് എന്ന് പറയുന്നത് 2 മുതൽ 3 millimeter ആണ്. സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഈസ് റെഗുലേറ്റഡ് ബൈ റേഡിയൽ മസിൽ ആൻഡ് സർക്കുലർ മസിൽ സീൻ ഇൻ ദ ഐറിസ്. ഈ ചിത്രം ഓർത്ത് വെച്ചാൽ മതി. ഐറിസില് CIയും അതേപോലെ ഐറിസില് RDയും ആണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പവർ ഓഫ് അക്കോമഡേഷൻ. എളുപ്പത്തിൽ പറഞ്ഞാല് നിങ്ങളിപ്പോ വിചാരിക്കും, നിങ്ങളിപ്പോ ഫോണിൽ നോക്കിയിരിക്കുകയാണല്ലോ, ഒന്ന് കണ്ണെടുത്തിട്ട് മുകളിലേക്കൊക്കെ നോക്ക്, മുകളിൽ എന്തെങ്കിലും ഉണ്ടോ, വല്ല പല്ലിയുണ്ടോ പാറ്റുണ്ടോ എന്നൊക്കെ നോക്കി നോക്ക്. ഫോണ് അടുത്തുള്ള സാധനമാണ് അല്ലെ, അടുത്തുള്ള സാധനത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങള് മുകളിലേക്ക് നോക്കി, പല്ലിനെ പാറ്റിനെ എന്തിനോ കണ്ടു. എന്താണ് അതിന്റെ അർത്ഥം? അടുത്തുള്ള സാധനത്തിനെയും ദൂരെയുള്ള സാധനത്തിനെയും ഒരുപോലെ നമ്മളെ കണ്ണിന് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാൻ പറ്റൂ അല്ലെ. അല്ലെ അടുത്തുള്ള സാധനത്തിനെ മാത്രമേ കാണാൻ പറ്റൂ, ഇല്ല. എല്ലാം നമ്മൾ വിചാരിക്കുമ്പോ ഇപ്പൊ നമ്മൾ ഈ ഐഫോണിൽ പോർട്രേറ്റ് മോഡൊക്കെ എടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഫോണിൽ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ബാക്കിലുള്ള ആളൊക്കെ ഡിമ്മാവും. അതേപോലെ നമ്മൾ കണ്ണിനുള്ളിലെ കഴിവ്, നിങ്ങളിപ്പോ ഫോണിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള സാധനം ഓട്ടോമാറ്റിക്കലി ബ്ലറായി അല്ലേ. അതേപോലെ നമ്മളെ കണ്ണിന് വേണ്ട സാധനത്തിന് അടുത്തുള്ളതും ദൂരമുള്ള സാധനത്തിന് ഫോക്കസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇതിന് നമ്മളൊന്ന് എഴുതി വെച്ചാൽ മതി. എങ്ങനെ എഴുതി വെക്കും? ദി എബിലിറ്റി ഓഫ് ദി ഐ ടു ഫോക്കസ് ഇമേജ് ഓഫ് ബോത്ത് നിയർ ആൻഡ് ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ആക്യുറേറ്റ്ലി. എവിടെ? ഓൺ ദ റെറ്റിന. ഓൺ ദ റെറ്റിന എന്ന് പറയുന്നത് കേട്ടോ ആൻസറിൽ. ഇതിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഡിസ്റ്റന്റ്, നിയർ, ഓൺ ദ റെറ്റിന, 3 വാക്ക് ഓർത്ത് വെക്കാം. ഓക്കെ, കണ്ണിന്റെ ഫോക്കസ്, ദ എബിലിറ്റി ഓഫ് ദി ഐ ടു ഫോക്കസ് ഇമേജസ് ഓഫ് ബോത്ത് നിയർ ആൻഡ് ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ആക്യുറേറ്റ്ലി ഓൺ ദ റെറ്റിന. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ചേഞ്ചിങ് കർവേച്ചർ ഓഫ് ദ ലെൻസ്. ലെൻസിന്റെ കർവേച്ചർ മാറ്റുന്നത് നമ്മൾ പഠിച്ചു. റേഡിയൽ മസിലും സർക്കുലർ മസിലും CIയും RDയും ബൈ ദ ആക്ഷൻ ഓഫ് സീലിയറി മസിൽസ്. സീലിയറി മസിൽസും സഹായിക്കും. നമ്മൾ സീലിയറി മസിൽസ് പഠിച്ചില്ലേ? ഇങ്ങനെ പറയുമ്പോൾ സീലിയറി മസിൽസ് ആരാന്ന് ഓർമ്മ കിട്ടുന്നില്ല, നിങ്ങളെ കണ്ണിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പേജ് മറിച്ചിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മൾ പഠിക്കാം. അല്ലാതെ അയ്യോ ഞാൻ മറന്നല്ല ഇനി പിന്നെ നോക്കാൻ നല്ലൊരു മടി കാണിക്കരുത്. ആ പേജ് 2 മറക്കാം. ബയോളജി പഠിക്കുമ്പോൾ എപ്പോഴും ടെക്സ്റ്റ് എടുത്ത് വെക്കാം. കൺഫ്യൂഷൻ വരുമ്പോൾ പേജ് മറിക്കാം. അതിനാണ് ഞങ്ങൾക്ക് ടെക്സ്റ്റ് ചിത്രം തന്നെ എടുക്കുന്നത്, പുറത്തുനിന്നുള്ള വേറെ ചിത്രം ഒന്നും എടുക്കാത്തത്. ആ ചിത്രം കണ്ട് ആ ചിത്രം മനസ്സിലങ്ങോട്ട് പതിഞ്ഞോളും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, പവർ ഓഫ് അക്കോമഡേഷൻ. ഇനി റെറ്റിന നമ്മൾ പറഞ്ഞു. ആരാ റെറ്റിന? ഇന്നർ മോസ്റ്റ് ലെയർ അല്ലെ, കണ്ണിന്റെ ഇന്നർ മോസ്റ്റ് ലെയർ ആണ് റെറ്റിന. റെറ്റിനയിൽ ആരൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു? റോഡ് സെൽസും കോൺ സെൽസും ഉണ്ട് പറഞ്ഞു. ഈ റോഡ് സെൽസും കോൺ സെൽസിലും മെയിൻ ആയിട്ടുള്ള 2 പ്രോട്ടീൻ ആണ് ഓപ്സിൻ ആൻഡ് റെറ്റിനാൽ. ഓക്കെ, ഓപ്സിനും റെറ്റിനാലും രണ്ടിലും ഉണ്ട്. റോഡ് സെൽസിലും ഉണ്ട്, കോൺ സെൽസിലും കോമൺ ആയിട്ട് ഇതിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന സാധനമാണ് ഓപ്സിൻ ആൻഡ് റെറ്റിനാൽ. വൈറ്റമിൻ എയിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. വൈറ്റമിൻ എ ഉള്ള ഭക്ഷണം നന്നായിട്ട് കഴിക്കുക. വൈറ്റമിൻ എ ഉള്ള ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് അത്
ഈ റെറ്റിന ലോബ്സിനും ഫോം ചെയ്യാതിരിക്കുകയും റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇനി റോഡ് സെൽസും കോൺ സെൽസിന്റെ പ്രത്യേകതയാണ് നമ്മൾ പറയുന്നത്. ഈസിയാണ് പഠിക്കാൻ. പേര് തന്നെ ഉത്തരം. റോഡ് എന്ന് പറയുന്നത് ഇതാണ് റോഡ്, സിലിണ്ടർ ഷേപ്പ് കണ്ടോ, സിലിണ്ട്രിക്കൽ. അതേപോലെ കോൺ സെൽസ് ആണെങ്കിൽ കോൺ ഷേപ്പ്. പോയിന്റ് കിട്ടി. ഈസി, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, റോഡ് സെൽസ് ഒരുപാടുണ്ട് കേട്ടോ. 9 crore 9 കോടിയിലധികം ഉണ്ട്. കോൺ സെൽസ് ആണെങ്കിൽ ആകെ 45 ലക്ഷമേ ഉള്ളൂ. പിന്നെയും പഠിക്കാനുള്ള എളുപ്പമാണ്. റോഡ് സെൽസിലുള്ള പിഗ്മെന്റ് ആണ് എന്ത്, റോഡോപ്സിൻ. കോൺ സെൽസ് ഉള്ളതാണെങ്കിൽ ഫോട്ടോപ്സിൻ. കോൺ സെൽസ് കളറ്, ഫോട്ടോ. ഓക്കെ, റോഡ് സെൽസ് ആണെങ്കിൽ റോഡോപ്സിൻ, കോൺ സെൽസ് ആണെങ്കിൽ ഫോട്ടോപ്സിൻ. ഇവിടെ ആകത്തില് പഠിക്കാനുള്ളൂ. പരീക്ഷ ടെക്സ്റ്റിൽ ഇത് ഇങ്ങനെയല്ല തന്നിട്ടുള്ള. പഠിക്കാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ ചിത്രാക്കി ഇങ്ങനെ വരച്ചൊക്കെ ടേബിളൊക്കെ ആക്കി തന്നിട്ടുള്ള. ഇത് പഠിച്ചു വെച്ചാൽ മതി. ഇത്ര തന്നെ ഉള്ളൂ ടെക്സ്റ്റിലും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് കോൺ സെൽസിന്റെ പ്രത്യേകതയാണ്. ഈ സാധനമാണ് കോൺ സെൽസിന്റെ പ്രത്യേകത. ടെക്സ്റ്റിൽ ഒരു പിങ്ക് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കോൺ സെൽസ് 3 തരം കോൺ ഉണ്ട്. കോണ് കളർ CC എന്ന് പറഞ്ഞു. കോൺ സെൽസ് 3 തരം ഉണ്ട് നമ്മൾ പറയാൻ പോവാണ്. S കോൺസ്, M കോൺസ്, L കോൺസ്. വേവ് ലെങ്തിനനുസരിച്ചിട്ടാണ് ഇതുള്ളത്. ഓക്കെ, വേവ് ലെങ്ത്, ഷോർട്ട് വേവ് ലെങ്ത്, മീഡിയം വേവ് ലെങ്ത്, ലാർജ് ലോങ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് അനുസരിച്ച് നമ്മൾ മഴവില്ല് പഠിച്ചിട്ടില്ലേ? വേവ് ലെങ്തിനനുസരിച്ചാണല്ലോ ഫിസിക്സിൽ പഠിച്ചിട്ടില്ലേ? മഴവില്ലിന്റെ കളർ താഴെ മുകളിൽ വരാൻ കാരണം വേവ് ലെങ്തിനനുസരിച്ചാണ് പഠിച്ചു. S സ്റ്റാൻഡ്സ് ഫോർ ഷോർട്ട് വേവ് ലെങ്ത്, മീഡിയം വേവ് ലെങ്ത്, ലോങ് വേവ് ലെങ്ത്. ഓരോ വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഓരോ തരം കോൺ ഉണ്ട് കണ്ണില്. S കോൺസ് ഏത് ലൈറ്റിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക? ബ്ലൂ ലൈറ്റിനെയാണ് വലിച്ചെടുക്കുക. M ആണെങ്കിൽ ഗ്രീന്, L ആണെങ്കിൽ റെഡ്. ബ്ലൂ ആണല്ലോ ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞത്. ഗ്രീന് കുറച്ചുകൂടി വേവ് ലെങ്ത് കൂടുതൽ. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് റെഡ് ആണെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള, ഓർത്തു വെക്കാനുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ ബ്ലൂ ആൻഡ് ഗ്രീൻ ലൈറ്റ് അഥവാ S കോൺസും M കോൺസും ഒരുപോലെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോ നീലയും ചുവപ്പും പച്ചയും മാത്രം കാണുന്നുള്ളൂ? അല്ലല്ലോ, വേറെ ഒരുപാട് കളർ കാണുന്നുണ്ട്. അതെങ്ങനെയെന്നാണ് നമ്മളിവിടെ പറയാൻ പോണത്. ഇവിടെ ബ്ലൂ ലൈറ്റും ഗ്രീൻ ലൈറ്റും ഒരുപോലെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ, അഥവാ S കോൺസും M കോൺസും ഒരുപോലെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കളറാണ് മഞ്ഞ. എന്റെ ഡ്രസ്സിന്റെ കളർ മഞ്ഞ, യെല്ലോ. അപ്പൊ ഈ മഞ്ഞ, ഇത് മഞ്ഞയാണ് നിങ്ങൾക്ക് കാണാൻ കാരണം നിങ്ങളുടെ കണ്ണിലെ S കോൺസും M കോൺസും ഇപ്പൊ എന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ, ഈ ചുരിദാർക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ S കോൺസും M കോൺസും ഒരുപോലെ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. ഓർക്കുക, അതുകൊണ്ടാണ് എനിക്ക് മഞ്ഞ കാണുന്നത്. നിങ്ങളെന്നെ മനസ്സിലാക്കാം. ഇനി വെള്ളം ഉണ്ടല്ലോ, ഇതാ ഈ സ്ക്രീനിലുള്ള വെള്ളം നിങ്ങൾക്ക് എങ്ങനെയാ കാണുന്നത്? S കോൺസും M കോൺസും L കോൺസും ഒരേ അളവിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറാണ് വൈറ്റ്. ഇതും കൂടെ ഓർത്തു വെക്കാം. ഓക്കെ ആണല്ലോ? S കോൺസും M കോൺസും L കോൺസും ഒരുപോലെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറാണ് വൈറ്റ്. അതേപോലെ ബ്ലൂ, S കോൺസും M കോൺസും മാത്രം സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറാണ് യെല്ലോ. പെർസെപ്ഷൻ ഓഫ് ലൈറ്റ്, പല കളർ നമുക്ക് കിട്ടാൻ ഈ 3 കോൺസും പല ഇന്റൻസിറ്റിയിൽ മാറുന്നത്, സ്റ്റിമുലേറ്റ് ആവുന്നത് കൊണ്ടാണ്. ഈ യെല്ലോയും വൈറ്റും എവിടുന്നാ കിട്ടണമെന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഐന്റെ പോർഷനിൽ ഏറ്റവും ലാസ്റ്റ് പറയാനുള്ള ഭാഗമാണ് ഐ ഡിസോർഡേഴ്സ്. ഈ പെട്ടെന്ന് പറഞ്ഞുതരാം. ടെക്സ്റ്റിൽ ഇത് ഫില്ല് ചെയ്തിട്ടില്ല, അപ്പൊ ഫില്ല് ചെയ്യേണ്ടവർക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റില് ഇതിങ്ങനെ ചില ഭാഗങ്ങൾ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് ഷോർട്ട് സൈറ്റഡ്നെസ്. ഓക്കെ, ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയുന്നത് ഐബോൾ എൻലാർജ്ഡ്, വലിയ ഐബോൾ ഉണ്ടാവുമ്പോൾ ഷോർട്ട് സൈറ്റഡ്നെസ് കൺഫ്യൂഷൻ ആവാതിരിക്കാനുള്ള ഈസി വഴിയാണ് ഷോർട്ട് സൈറ്റഡ്നെസ്. അടുത്തുള്ളത് മാത്രമേ കാണൂ. പേര് തന്നെ ഉണ്ട് ഉത്തരം. ഷോർട്ട് സൈറ്റഡ്നെസ്, അടുത്തുള്ളത് മാത്രമേ കാണൂ, ദൂരെയുള്ളത് കാണാൻ പറ്റില്ല. ഈ നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള, നിങ്ങളൊക്കെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് കോമൺ ആയിട്ട്, യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കോമൺ ആയിട്ട് കാണുന്ന അസുഖമാണ് ഷോർട്ട് സൈറ്റഡ്നെസ്. അടുത്തുള്ളത് കാണും, ദൂരെയുള്ളത് കാണില്ല. ഇത് ഐബോൾ എൻലാർജ് ആവുന്നത് കൊണ്ടാണ്. ഇതിനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് വെക്കുന്നതാണ് ഇതിനുള്ള ട്രീറ്റ്മെന്റ്. ലോങ് സൈറ്റഡ്നെസ് ആണ്, ദൂരമുള്ളത് കാണും, അടുത്തുള്ളത് കാണൂല, നേരെ തിരിയും. ഷോർട്ടർ ഐബോൾ ആണ്, അവിടെ കോൺവെക്സ് ലെൻസ് എടുക്കുക. അസ്റ്റിഗ്മാറ്റിസം ഉണ്ടാവാൻ കാരണം നമ്മുടെ കോർണിയന്റെയും ഐറിസിന്റെയും കർവേച്ചർ, റൗണ്ടിലിരിക്കുന്ന സാധനമാണല്ലോ, അത് മാറും.
അതിന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കേസാണ് നമ്മൾ കണ്ണ് തിരുമൊക്കെ ചെയ്യല്ലോ. കണ്ണ് ഇങ്ങനെ ഇട്ട് തിരുമരുത്. കണ്ണ് ചൊറിയിക്കണ ഇങ്ങനെ കാണിക്കുക. കണ്ണൊക്കെ തിരുമുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇതാണ് ബ്ലറായിട്ട് കാണുക. സാധനങ്ങൾ, ദൂരെയുള്ള സാധനങ്ങളൊക്കെ ബ്ലറായിട്ട് കാണാം. ഈ ലെൻസ് കണ്ടത് കാണാൻ പറ്റില്ല. സിലിണ്ടർ ലെൻസ് ആണിത്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് ആണ് സിലിണ്ട്രിക്കൽ ലെൻസ്. സിലിണ്ടറി ലെൻസ് സിലിണ്ടർ ഷേപ്പ്. നിങ്ങളെ കണ്ണട ഇങ്ങനത്തെ ഒക്കെ കണ്ണട വെക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും ഷേപ്പ്. ഓക്കെ. അടുത്താണ് കാറ്ററാക്ട് അഥവാ തിമിരമാണ് കാറ്ററാക്ട്. ഐ ലെൻസ് ബിക്കം ഒപ്പേക്ക്. ലെൻസ് ട്രാൻസ്പെറന്റ് ആണല്ലേ, ഇവിടെ നിങ്ങൾ ലൈറ്റ് പോകണം. ഇത് ഒപ്പേക്ക് ആയാലും എങ്ങനെ ഇരിക്കും? ഇവിടെ വെള്ള സാധനം വെച്ച് എങ്ങനെ ഇരിക്കും? അതാണ് തിമിരം. ഓക്കെ. സർജിക്കൽ റിമൂവൽ ഓഫ് ഒപ്പേക്ക് ലെൻസ്. ലെൻസിനെ റിമൂവ് ചെയ്യുക. ഉള്ള പഴയ ലെൻസിനെ റിമൂവ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ലെൻസ്, പുതിയ ലെൻസ് വെക്കുക. തിമിരത്തിന് ചെയ്യാവുന്ന ശസ്ത്രക്രിയ. ഗ്ലൂക്കോം ഉണ്ട്. പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് അക്വസ്യൂമർ എന്ന് പറഞ്ഞു. അക്വസ്യൂമർ ബ്ലഡിൽ നിന്ന് വന്ന് ബ്ലഡിലേക്ക് തന്നെ തിരിച്ച് റീഅബ്സോർബ് ചെയ്യാണെന്ന് പറഞ്ഞു. ഇത് റീഅബ്സോർബ് ചെയ്യാത്തൊരവസ്ഥ വരും. ഓക്കെ. അതാണ് ഫെയിലിയർ ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസ്യൂമർ. പ്രഷർ ഇൻക്രീസസ് ആൻഡ് പ്രഷർ കൂടിയ ഇവിടെ നിന്നിട്ട് പോകുന്ന വയർ, ഒപ്റ്റിക് നെർവ് ഡാമേജ് ആവും. ഫാൻ കറങ്ങണം എന്നുണ്ടെങ്കിൽ ആ വയർ സ്വിച്ച് ഇട്ടാ ഫാൻ കറങ്ങൂല. ആ വയർ വേണം നമ്മൾ പറഞ്ഞു. അതേപോലെ ബ്രെയിനിക്ക് പോകുന്ന വയറാണ് ഒപ്റ്റിക് നെർവ്. ഈ ഒപ്റ്റിക് നെർവ് പ്രഷർ, മർദ്ദം കൂടുമ്പോൾ ഒപ്റ്റിക് നെർവിന് ഡാമേജ് വരും, ബ്ലൈൻഡ് ആവും. ചെയ്യാൻ പറ്റുന്ന കാര്യം മെഡിസിൻസ് ടു റെഡ്യൂസ് പ്രഷർ ആൻഡ് സർജറി. നെക്സ്റ്റ് വൺ കൺജങ്ക്റ്റിവൈറ്റിസ് അഥവാ കണ്ണ് സൂക്കേട്. നമ്മൾ പറഞ്ഞു കൺജങ്ക്റ്റൈവ, കണ്ണിന്റെ കോർണിയ ഒഴികെ ബാക്കിയുള്ള ആന്റീരിയർ പാർട്ടിലുള്ള സാധനം എന്ന് പറഞ്ഞു. കണ്ണു സൂക്കേടാണ്. ചെയ്യാൻ പറ്റുന്നത് ഐ ഡ്രോപ്സ്, ആന്റൈബയോട്ടിക്, ആന്റൈവൈറൽ ഐ ഡ്രോപ്സ് യൂസ് ചെയ്യാം. ഡയബറ്റിക് റെറ്റിനോപ്പതി. ഡയബറ്റിസ് കൂടുമ്പോൾ കണ്ണിന് ഉണ്ടാവുന്ന പ്രശ്നമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ലേസർ സർജറി, ബ്ലഡ് ഷുഗർ കൺട്രോൾ ഒക്കെ ചെയ്യാം. അതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ബ്ലൈൻഡ്നെസ്സിലേക്ക് ലീഡ് ചെയ്യും. അത് ഡയബറ്റിസ് കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇനി ഞാൻ പറഞ്ഞു റെറ്റിനാലും ഓപ്സിനും നമ്മുടെ കോൺ സെൽസും റോഡ് സെൽസിനും രണ്ടുപേരും ഉണ്ടാവാൻ വേണ്ട സാധനമാണ് റെറ്റിനാലും ഓപ്സിനും. റെറ്റിനാലും ഓപ്സിനും ഉണ്ടാക്കുന്നത് വൈറ്റമിൻ എ ആണെന്നും പറഞ്ഞു. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന 2 അസുഖങ്ങൾ ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആൻഡ് സിറോഫ്താൽമിയ. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ആർക്കാണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് രാത്രി കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയിൽ ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. വൈറ്റമിൻ എ റിച്ച് ഫുഡ് കഴിക്കുക, വൈറ്റമിൻ എ സപ്ലിമെന്റ്സ് കഴിക്കുക എന്നുള്ളതാണ്. ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ് നമ്മൾ വല്ലാണ്ട് ഇഗ്നോർ ചെയ്യാണ്, അല്ലെങ്കിൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വല്ലാണ്ട് ഇഗ്നോർ ചെയ്യാണ്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി നല്ല കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ആകുമ്പോൾ ഒരുപാട് കാലം വൈറ്റമിൻ ഡെഫിഷ്യൻസി കുറവായിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അസുഖമാണ് സീറോഫ്താൽമിയ. ഓക്കെ. സീറോഫ്താൽമിയ. പ്രൊലോങ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ, കോർണിയ ബിക്കംസ് ഒപ്പേക്ക്. അതിനും ട്രീറ്റ്മെന്റ് വൈറ്റമിൻ എ ട്രീറ്റ്മെന്റ് ആൻഡ് ഇംപ്രൂവ്ഡ് ന്യൂട്രീഷൻ ആണ്. ഇത്രയും കാര്യമാണ് നമുക്ക് ഐയിൽ പഠിക്കാനുള്ളത്. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തുകൊണ്ടാണ് വൈ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് സീൻ മോർ കോമൺ ഇൻ മെൻ? നൈറ്റ് ബ്ലൈൻഡ്നെസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മെന്നിലാണ്. ഓക്കെ. അതെന്തുകൊണ്ടാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് മെന്നിന് കൂടുതലായിട്ടുള്ളത് എന്നുള്ളത്. അതിന്റെ ആൻസർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിലുണ്ട്. നമ്മൾ അതിന്റെ ആ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്ന സ്ലൈഡിലും നമ്മൾ എഴുതി കാണിക്കുന്നതാണ്, എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാല് ഈ കളർ ഡിറ്റക്ട് ചെയ്യുന്ന ജീൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കളർ ഡിറ്റക്ട് ചെയ്യുന്ന ആൾക്കാർ എക്സ് ക്രോമസോമിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതിനുള്ള ജീന് എക്സ് ക്രോമസോമിലാണ് കൂടുതലുള്ളത്. മെന്നിനാകെ ഒരു എക്സ് ക്രോമസോം ഉള്ളൂ അല്ലെ? XY ആണ് മെന്നിന്റെ ക്രോമസോം. ഫീമെയിലിന് 2 X ക്രോമസോം ഉണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയി കാണുക, വീഡിയോ പോയി കാണുക. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് പറയുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കി കണ്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ടെക്സ്റ്റിൽ തന്നെ അതിന്റെ ആൻസറും ഉണ്ട്. ആൻസറൊക്കെ ആ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ എക്സാമിനുള്ള മെയിൻ ആയിട്ടുള്ള പോർഷൻസ് ആണ് ഇത്രയും പറഞ്ഞത്. ഐ എന്ന് പറയുന്ന പോർഷൻ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ. ഈ ഐ ചേമ്പേഴ്സ്, അതേപോലെ സ്ട്രക്ചർ ഓഫ് ഐ നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കാം. ഇത്രയും കാര്യമാണ് നമ്മൾ ഓൺ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ. അപ്പൊ ഐ നന്നായിട്ട് പഠിച്ചു പോവാ. ഓൺ എക്സാം എല്ലാവർക്കും നന്നായി എഴുതാൻ പറ്റട്ടെ. എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു.